സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചട്ടങ്ങൾ ലംഘിച്ച് റിയാദിൽ സൈനിക വസ്ത്ര നിർമ്മാണം നടത്തിയ കേന്ദ്രം കണ്ടെത്തി. 40,000 സൈനിക റാങ്കുകളും ചിഹ്നങ്ങളും 230 സൈനിക യൂണിഫോമുകളും കണ്ടുകെട്ടി. സൈനിക വസ്ത്രങ്ങൾ വിൽക്കുന്നതിനും തുന്നുന്നതിനുമുള്ള നിയമങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ച ഒരു കടയിൽ നിന്നുമാണ് സൈനിക വസ്ത്രങ്ങളും ചിഹ്നങ്ങളും സുരക്ഷാ സമിതി പിടിച്ചെടുത്തത്. ലൈസൻസില്ലാതെ സൈനിക വസ്ത്രങ്ങൾ തുന്നുന്ന അനധികൃത കേന്ദ്രം സമിതി പൂട്ടുകയും ചെയ്തു. സൈനിക യൂണിഫോം നിർമ്മാണ രംഗത്തെ ലംഘനങ്ങൾ നിയന്ത്രിക്കുന്നതിനും നിയമലംഘകർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതും ലക്ഷ്യമിട്ടാണിത്. തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂണിസ് ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയെ സൗദി അറേബ്യ ശക്തമായി അപലപിച്ചു. ഫലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ സൈന്യം വംശഹത്യ കൂട്ടക്കൊലകൾ തുടരുന്നതിന് ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. തെക്കൻ ഗാസ മുനമ്പിലെ ഖാൻ യൂണിസിൽ കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്കു വേണ്ടിയുള്ള ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വംശഹത്യ കൂട്ടക്കൊലയിലെ ഏറ്റവും പുതിയതാണ്. ഫലസ്തീനിൽ ഉടനടി സ്ഥിരമായ വെടിനിർത്തലിന് വേണ്ടിയും അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിലെല്ലാം നിരായുധരായ സാധാരണക്കാർക്ക് സംരക്ഷണം നൽകുന്നതിനുമുള്ള ആവശ്യം പുതുക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും അന്താരാഷ്ട്ര നിയമസാധുതാ പ്രമേയങ്ങളുടെയും തുടർച്ചയായ ഇസ്രായേൽ ലംഘനങ്ങളെക്കുറിച്ച് അന്താരാഷ്ട്ര ഉത്തരവാദിത്ത സംവിധാനങ്ങൾ സജീവമാക്കേണ്ടതിന്റെ ആവശ്യകതയും സൗദി ഊന്നിപ്പറഞ്ഞു. വിദേശികൾക്ക് തൊഴിൽ ചെയ്യാൻ ആഗോളതലത്തിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ രാജ്യമായി സൗദി അറേബ്യ. ഡെൻമാർക്ക് കഴിഞ്ഞാൽ പ്രവാസികൾക്ക് ഏറ്റവും സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്ന അന്തരീക്ഷം സൗദിയിലാണെന്ന് ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം പ്രവാസികളുടെ ജീവിതത്തെക്കുറിച്ച് നടത്തിയ സർവേയിൽ കണ്ടെത്തി. UAE, അമേരിക്ക, ബെൽജിയം, നെതർലാൻഡ്സ് എന്നിവ റാങ്കിങ്ങിൽ സൗദി അറേബ്യയേക്കാൾ വളരെ പിന്നിലാണ്. ഈ വർഷത്തെ വർക്ക് എംബ്രോയ്ഡ് ഇൻഡെക്സിൽ ഏറ്റവും മികച്ച തൊഴിൽ സ്ഥലമെന്ന നിലയിൽ സൗദി ആഗോളതലത്തിൽ 2ാം സ്ഥാനത്തെത്തിയതായും വ്യക്തമാക്കി. ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോം നടത്തിയ ഏറ്റവും പുതിയ പ്രവാസി സർവേ പ്രകാരം സൗദി പ്രൊഫഷണൽ ഡെവലപ്മെന്റ് സൂചികയിൽ 1ാം സ്ഥാനത്തും ശമ്പളത്തിലും തൊഴിൽ സുരക്ഷയിലും 2ാം സ്ഥാനത്തും എത്തിയതായി സർവേ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു. സൂചിക പ്രകാരം ഡെൻമാർക്ക് 1ാം സ്ഥാനത്തും സൗദി അറേബ്യ 2ാം സ്ഥാനത്തുമാണ്. ബെൽജിയം, നെതർലാൻഡ്സ്, ലക്സംബർഗ്, UAE, ഓസ്ട്രേലിയ, മെക്സിക്കോ, ഇന്തോനേഷ്യ, ഓസ്ട്രിയ എന്നിവയാണ് യഥാക്രമം 3 മുതൽ 10 വരെ സ്ഥാനത്തുള്ള രാജ്യങ്ങൾ. ദാഹിറ ഗവർണറേറ്റിൽ നിന്നും 1664 നിരോധിത കളിപ്പാട്ടങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പിടിച്ചെടുത്തു. നിരോധിത ജെല്ലിയും സ്ലിം അധിഷ്ഠിത കളിപ്പാട്ടങ്ങളുമാണ് പ്രവാസി വ്യാപാരിയുടെ സ്ഥാപനത്തിൽ നിന്നും കണ്ടെടുത്തത്. പ്രാദേശിക വിപണികളിൽ ഈ നിരോധിത വസ്തുക്കൾ വിൽക്കുന്നതിനെതിരെ കുറിച്ചുള്ള വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഇത്തരത്തിലുള്ള പ്രവർത്തനം ഉപഭോക്തൃ സംരക്ഷണ നിയമം, എക്സിക്യൂട്ടീവ് ചട്ടങ്ങൾ, തീരുമാനങ്ങൾ എന്നിവയുടെ ലംഘനമാണ്. ജെല്ലി, സ്ലിം അധിഷ്ഠിത കളിപ്പാട്ടങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും ആവശ്യമായ അനുമതികൾ നേടേണ്ടതാണ്. പിടിച്ചെടുത്ത വസ്തുക്കൾ നശിപ്പിക്കാനായി കണ്ടുകെട്ടുകയും നിയമലംഘകർക്ക് 500 റിയാൽ പിഴ ചുമത്തുകയും ചെയ്തു. ആരോഗ്യകരവും സുരക്ഷിതവുമായ വിപണി അന്തരീക്ഷം നിലനിർത്താനുള്ള ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു പരിശോധന. ജപ്പാനിൽ നടന്ന 5ാമത് ജപ്പാൻ അറബ് സാമ്പത്തിക ഫോറത്തിൽ ഒമാൻ പങ്കെടുത്തു. ഒമാനെ പ്രതിനിധീകരിച്ച് ജപ്പാനിലെ ഒമാൻ അംബാസിഡർ ഡോക്ടർ മുഹമ്മദ് സൗദ് അൽ ബുസൈദി പങ്കെടുത്തു. ഒമാനും ജപ്പാനും വികസിത സാമ്പത്തിക ബന്ധവും വിദ്യാഭ്യാസം, സാംസ്കാരികം, വിനോദസഞ്ചാരം എന്നീ മേഖലകളിൽ ശക്തമായ സഹകരണം പങ്കിടുന്നുണ്ടെന്ന് ചടങ്ങിൽ അൽ ബുസൈദി അറിയിച്ചു. സാമ്പത്തിക മേഖലകളിൽ പ്രത്യേകിച്ച് ഹരിത, ഹൈഡ്രജൻ, ഊർജ്ജ മേഖലകളിൽ ഇരു രാജ്യങ്ങളുടെയും സഹകരണത്തിന് അൽ ബുസൈദി ഊന്നൽ നൽകി. സുസ്ഥിര സാമ്പത്തിക വികസനം, പരസ്പര നിക്ഷേപം, സാമ്പത്തിക വൈവിധ്യവൽക്കരണം, നവീകരണം, കാലാവസ്ഥാ വ്യതിയാനം, ഹരിത ഉൽപ്പന്നങ്ങൾ, ശുദ്ധജല സ്രോതസ്സുകളുടെ സംരക്ഷണം, മാലിന്യങ്ങൾ, ഹൈഡ്രജൻ, അമോണിയ എന്നിവയുടെ പുനരുപയോഗം തുടങ്ങി ജപ്പാനും അറബ് രാജ്യങ്ങൾക്കും താൽപ്പര്യമുള്ള നിരവധി വിഷയങ്ങൾ ഫോറം ചർച്ച ചെയ്തു. രാജ്യത്തെ ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിൽ ഒമാനിവൽക്കരണം ശക്തമാകുന്നു. ഇതിന്റെ ഭാഗമായി ഈ മേഖലകളിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് നിരവധി സംരംഭങ്ങൾ ഗതാഗത, ആശയവിനിമയ, വിവരസാങ്കേതിക മന്ത്രാലയം നടപ്പിലാക്കും. ഒമാൻ വിഷൻ 2040 അനുസൃതമായി തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനും ഒമാനികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായി
പ്രവർത്തനം മെച്ചപ്പെടുത്താനും അവശ്യ നയങ്ങൾ രൂപവൽക്കരിക്കാനുമാണ് ഈ സംരംഭങ്ങൾ ലക്ഷ്യമിടുന്നത്. വിവിധ മേഖലകളിൽ ഒമാനികൾക്ക് മാത്രമായി മന്ത്രാലയം പ്രത്യേക ജോലികൾ അനുവദിക്കുമെന്നും ഗതാഗത വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രി എഞ്ചിനീയർ സൗദ് ബിൻ ഹമൂദ് അൽ മൗവലി അറിയിച്ചു. തൊഴിൽ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം 2025 ജനുവരിയിൽ ആരംഭിച്ച് 2027 അവസാനം വരെ ഇത് തുടരും. ഇതിനായി വർഷങ്ങളിൽ ഓരോ ലക്ഷ്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. 2024 ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ 20%, കമ്മ്യൂണിക്കേഷൻസ് ഇൻഫർമേഷൻ ടെക്നോളജി മേഖലയിൽ 31%മാണ് ഒമാനിവൽക്കരണം ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും 2040ഓടെ ഈ മേഖലകളിൽ പ്രൊഫഷണൽ ജോലികൾ സ്വദേശിവൽക്കരിക്കാനാണ് മന്ത്രാലയം ഉദ്ദേശിക്കുന്നത്. ചില തൊഴിലുകൾ ഒമാനികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുക, മേഖലയിലെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ഒമാനികൾക്ക് ഏറ്റവും കുറഞ്ഞ തൊഴിൽ നിലവാരം നിശ്ചയിക്കുക, വർക്ക് പെർമിറ്റുകൾ, പരിശോധനകൾ, പ്രൊഫഷണൽ തലത്തിലുള്ള ടെസ്റ്റുകൾ, ജോലിയുടെ പേരുകൾ, വേതന പിന്തുണ, പരിശീലനം, യോഗ്യതകൾ എന്നിവയുടെ മേൽനോട്ടം വഹിക്കുക എന്നിവയാണ് പ്രധാന നയങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗതാഗതം, ലോജിസ്റ്റിക്സ്, കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളിൽ യോഗ്യരായ ഒമാനി കേഡർമാരെ പ്രവാസികൾക്ക് പകരം വെക്കാനാണ് സ്വദേശിവൽക്കരണത്തിലൂടെ ശ്രമിക്കുന്നതെന്നും അൽ മൗവലി കൂട്ടിച്ചേർത്തു. ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് മേഖലയുടെ പ്രാരംഭ സ്വദേശിവൽക്കരണ നിരക്കുകൾ 2025 മുതൽ 20% മുതൽ 50% വരെ ആയിരിക്കും. ക്രമേണ ഇത് 100% വരെ എത്തിക്കും. ആശയവിനിമയ വിവരസാങ്കേതിക മേഖലയിലെ ഒമാനൈസേഷൻ നിരക്ക് 2026ഓടെ 50 മുതൽ 100% വരെ ആയിരിക്കുമെന്നും മൗവലി വ്യക്തമാക്കി. ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയെ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ മേധാവി ഇസ്മായിൽ ഹനിയ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. തെക്കൻ ഗാസയിലെ ഖാൻ യൂണിസിലെ അൽ മവാസി മേഖലയിൽ സിവിലിയന്മാരെ ലക്ഷ്യമിട്ട് അടുത്തിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. സ്ത്രീകളും കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് മരണപ്പെട്ടത്. ഇരുവിഭാഗങ്ങളിൽ നിന്നും തടവുകാരുടെ കൈമാറ്റം എളുപ്പമാക്കുന്നത് ലക്ഷ്യമിട്ട് UN, ഖത്തർ, ഈജിപ്ത് എന്നിവയുൾപ്പെടെ ഗാസ വെടിനിർത്തൽ മധ്യസ്ഥർ തമ്മിലുള്ള ചർച്ചകളും സംഭാഷണങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ഫലസ്തീനിനോടുള്ള ഒമാന്റെ പൂർണ്ണ പിന്തുണ അൽ ബുസൈദി ആവർത്തിച്ച് പറയുകയും ചെയ്തു. സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിനും ആവശ്യമായ മാനുഷിക ദുരിതാശ്വാസ സഹായങ്ങൾ നൽകുന്നതിനും അടിയന്തര അന്താരാഷ്ട്ര ഇടപെടൽ അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ വിവിധ ഗവർണറേറ്റുകളിൽ കൃഷി, മത്സ്യബന്ധനം, ജലവിഭവ മന്ത്രാലയം 83 ഫലജുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. രാജ്യത്തെ പരമ്പരാഗത ജലസേചന പദ്ധതിയാണ് ഫലജുകൾ. ജനുവരി മുതൽ ജൂൺ വരെ മസ്കറ്റിൽ 1, തെക്കൻ ബാത്തനയിൽ 13, വടക്കൻ ബാത്തന 2, വടക്കൻ ഷെർക്കിയ 2, തെക്കൻ ഷെർക്കിയ 4, മുസന്തം 4, ബുറൈമി 6, ദാഹിറ 21, ദോഫാർ 26 എന്നിങ്ങനെയാണ് ഫലജുകൾ പുനർനിർമ്മിച്ചത്.